വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഫ്രണ്ടില് ഡാൻസ് കളിക്കാൻ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നും തോന്നില്ല. അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു? മോരും വെള്ളം ആകൂടെ? ഇനി കള്ളാണെ തന്നെ ഇവർക്ക് എന്നാന്നേ, അതുകാർക്ക് തന്നെ പ്രശ്നം. സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കമന്റുകൾ പറയുന്നത് അവര് പറഞ്ഞോണ്ടിരിക്കട്ടെ. ഞാൻ ഇന്ന് വരെ സ്വയം സെലിബ്രേറ്റ് ചെയ്യാന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. കുറച്ച് നാളും കൂടി പിടിച്ചു നിന്നാൽ കുറച്ചും കൂടി എമൗണ്ട് ഞാൻ എന്റെ പേഴ്സണൽ ഇപ്പം ആമിനെ അല്ലല്ലോ അവിടെ പിടിച്ചിരിക്കുന്നത്, ഞാനല്ലേ പിടിച്ചിരിക്കേണ്ടത്. രേണു ചേച്ചി ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത് ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് ദുബായിൽ പോയി ബാർ ഡാൻസർ ആവാനാണ് എന്ന് പറയുന്നുണ്ട്. അതിനെന്താ? സോഷ്യൽ മീഡിയ പറയട്ടെ. കാരണം ദുബായിൽ പോയി ബാർ ഡാൻസർ എന്നല്ല, ഞാൻ പ്രൊമോഷന് വേണ്ടിട്ട് പോയതാണ്. ബാർ ഡാൻസർ എന്ന് പറയുന്ന ജോലി എത്ര എന്താ പറയാ, അത്ര അഴുക്കാന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അതെന്താണ് ജോലി? ഡാൻസ് കളിക്കുന്ന നല്ലതല്ലേ. പിന്നെ ബാർ, നമ്മുടെ ഈ മനുഷ്യർ ഇവിടുത്തെ കുറെ ആൾക്കാർ ബാർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പോലെ ഇരിക്കും, എന്തോ പോലെയാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ ദുബായിൽ ഫാമിലിയാണ് വരുന്നത്, റെസ്റ്റോറന്റ് കൂടെയാണ്, ഫാമിലി റെസ്റ്റോറന്റ് ബാർ റെസ്റ്റോറന്റ് ആണ്. ഈ നമ്മുടെ സാധാരണക്കാരായ മലയാളികൾ കാണുന്നത് ബാറിൽ കുറെ കാര് വെള്ളം ഒടിക്കാനാണ് വരുന്നത്. വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഫ്രണ്ടില് ഡാൻസ് കളിക്കാൻ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നും തോന്നില്ല. കാരണം ഞാൻ പ്രൊമോഷന് പോയതാണ്. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത് അല്ലെ. ചുമ്മാ ഇതാണ്, പ്രൊമോഷന് പോയ ഒരാള്, ഗസ്റ്റ് ആയിട്ട് പോയ ഒരാള് എന്തിന് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചു? കള്ളു കുടിക്കുന്ന ഇവര് കണ്ടായിരുന്നോ? അല്ല, ഇവര് കള്ളു കുടിച്ച് ഒരു വീഡിയോയില് കുടിച്ചിട്ട് അത് പ്രൊമോഷനാണ്, മനസ്സിലായി, അത് അവരുടെ പരസ്യമാണ്. അത് കള്ളു തന്നെയാണെന്ന് എന്താ തെളിവ്? നമ്മളിപ്പോ സാധാരണ ഞാൻ സുധിച്ചേട്ടൻ ഒരു സിനിമ അഭിനയിച്ചു, ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. കള്ളിന് പകരം ആ കുപ്പിക്കകത്ത് പെപ്സി ഉപയോഗിച്ചാണ് അവര് കുടിച്ചോണ്ടിരിക്കുന്നത്. അത് ഇതിപ്പോ കള്ളാന്ന് ആര് പറഞ്ഞു? അതുപോലെ ഞാൻ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ആൽബം ചെയ്തു, എല്ലാവരുടെയും മുന്നിൽ കള്ളുണ്ട്, കള്ള് ഷാപ്പാണ്, അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു? മോരും വെള്ളം ആകൂടെ? സിമ്പിൾ. ഇനി കള്ളാണെ തന്നെ ഇവർക്ക് എന്നാന്നേ, നാട്ടുകാർക്ക് തന്നെ പ്രശ്നം. പോയതല്ലേ. ഇത്രയും വലിയൊരു സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറയുന്ന രേണു ഞാൻ സ്വയം പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന് വരെ സ്വയം സെലിബ്രേറ്റ് ചെയ്യാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഞങ്ങള് സെലിബ്രിറ്റി എന്ന് പറഞ്ഞ സെലിബ്രിറ്റിയുടെ അർത്ഥം എന്താണ്? പ്രശസ്ത. ഒരു സ്ഥലത്ത് എന്നാൽ തിരിച്ചറിയുന്ന ഒരാളാണ് സെലിബ്രിറ്റി, അല്ലാതെ അതിൽ കൂടുതൽ എന്താണ് സെലിബ്രിറ്റിക്ക് അർത്ഥം? അങ്ങനെ ഒരു സ്ഥലത്ത് പോയ 4 ആൾക്കാർ തിരിച്ചറിയുന്ന രേണു ചേച്ചി ഇപ്പം രേണു ചേച്ചിനെ കണ്ട് ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഫ്രണ്ടില് ഇങ്ങനെ ഇത്തരത്തിലുള്ള പൈസ വാങ്ങിച്ചാണെങ്കിൽ പ്രൊമോഷന് പോയിട്ട് മാന്യമായിട്ട് പ്രൊമോഷൻ ചെയ്ത് തിരിച്ചു വരാം. മാന്യമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതാണ് അവിടെ ഡാൻസ് ചെയ്തത്. ഗസ്റ്റ് പറയും രേണു സുധി ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും. ഡാൻസ് ഒരിക്കലും തെറ്റില്ല. പിന്നെ കള്ളു കുടിച്ച് ഡാൻസ് കളിച്ച്, അത് രണ്ടും രണ്ടാണ്. കാരണം കള്ളു കുടിക്കുന്ന പരിമല ചെരുവിൽ എന്ന് പറഞ്ഞ പാട്ട്, അതിൽ ഉർവശി ചേച്ചി കള്ളു കുടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നില്ലേ? അതുപോലെ ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്തു, അതിനെന്താണ് തെറ്റ്? അപ്പൊ ചേച്ചി അഭിനയിച്ചത് ഏറ്റവും നന്നായിട്ടാണ് ചേച്ചി ചെയ്തത്. ഞാൻ അതല്ല, റീലായിട്ട് അവര് പറഞ്ഞു ആ ഒരു പാപ്പിലോന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട്, അതായത് കള്ള് കുടിക്കുന്ന പോലെ അഭിനയിച്ചു, ഞാൻ ഡാൻസ് ചെയ്തു. അത് എനിക്ക് ഒരു വൾഗാരിറ്റിയും തോന്നിയിട്ടില്ല, ഒരു തെറ്റായിട്ടും തോന്നിയില്ല. ഞാൻ എന്റെ ജോലിയാണ് അവിടെ ചെയ്തത്. അപ്പൊ അതൊരു ഗസ്റ്റ് എന്ന രീതിയിൽ അത് ശരിയായി? ഗസ്റ്റ് എന്ന രീതിയിൽ ശരിയാണ്, കാരണം പരസ്യത്തിന് വേണ്ടിയല്ലേ പോയത്. അവരുടെ പരസ്യം എനിക്ക് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അവരുടെ പ്രൊമോഷൻ ഞാൻ എഗ്രിമെന്റോട് കൂടി പോയെങ്കിൽ ഞാൻ അവിടെ ചെയ്തിരിക്കണം. അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്റെ മൂത്ത മകൻ, ഇളയത് കുഞ്ഞാണ്, എന്റെ വീട്ടുകാർ. അവരോട് സംസാരിച്ചിട്ടാണ് ഞാൻ എന്ത് ഷൂട്ട് ചെയ്താലും ചെയ്യുന്നത്. മൂത്ത മകനൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനാണ്? അടിപൊളിയാന്ന് പറഞ്ഞു. അമ്മ അടിപൊളി, നല്ല അടിപൊളി. ഞാൻ എന്തുണ്ടായാലും അവന്റെ അടുത്ത് സംസാരിക്കും. അവൻ പറയുന്ന അമ്മയുടെ ഇഷ്ടം എന്തായാലും അമ്മ ചെയ്യുക, അത്രേ ഉള്ളല്ല. അത് അവനെന്ത് പറയാനാണ്? ഇതൊക്കെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്ന് സമാധാനം എന്നാണ് പല. സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കമന്റുകൾ പറയുന്നത് അവര് പറഞ്ഞോണ്ടിരിക്കട്ടെ. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട്? ഞാൻ സുധിച്ചേട്ടൻ മരിച്ചുപോയ ആളാണ് അല്ലെ, ഇന്നും എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആളാണ് സുധിച്ചേട്ടൻ. മറ്റുള്ളവരുടെ മനസ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളില് സ്വാഭാവികമായിട്ട്, അതായത് നമ്മൾ ഒരു സത്യം എന്ന് പറയുന്ന ആള് മരിച്ചുപോയതാണ്. പക്ഷെ എന്റെ ഉള്ളിൽ ഇന്നും ജീവിക്കുന്നു. ഞാൻ ഈ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കമന്റോളുകളല്ലേ പറയുന്നത്. ഞാൻ ജീവിക്കുന്ന എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലായല്ല? സുധിച്ചേട്ടന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊമോഷൻ ചെയ്തതും പൈസ മേടിക്കുന്നതും. പൈസ ഓരോ പ്രൊമോഷനും അല്ലെങ്കിൽ ഓരോ വർക്കിന് കിട്ടുന്ന പൈസ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കുന്നുണ്ട്. അതാണ് എന്റെ കർത്തവ്യം. ഓക്കെ, അത്തരത്തില് പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കി മക്കളെ നോക്കി എല്ലാരും അത്തരത്തിലുള്ള പ്രൊമോഷൻസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. പൈസ ഉണ്ടാക്കുന്നത് മക്കളെ നോക്കാനാണ്. അതെ, അങ്ങനെ മക്കളെ നോക്കാൻ പൈസ ഉണ്ടാക്കുന്ന രേണു ചേച്ചി ബിഗ് ബോസിൽ പോയിട്ട് ദിവസവും പേയ്മെന്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വീക്ക്ലി ദിവസം അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെന്റ് ഒരു പ്രോഗ്രാം ആണല്ലോ ബിഗ് ബോസ്, അല്ലെങ്കിൽ മന്ത്ലി പേയ്മെന്റ് കിട്ടുന്ന പ്രോഗ്രാം ആണല്ലോ ബിഗ് ബോസ്. എന്തുകൊണ്ട് വാക്കൗട്ട് ചെയ്തതാണ്? എന്തുകൊണ്ട് കുറച്ച് നാളും കൂടി നിന്നാൽ അത് വീണ്ടും പൈസ കിട്ടുമായിരുന്നല്ലോ? ഓക്കെ, ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ എനിക്ക് വാക്കൗട്ട് ചെയ്യാൻ കാരണം? ഇപ്പൊ ദുബായിൽ പോയിട്ട് പൈസയുടെ കാര്യം പറഞ്ഞു, ഞാൻ സ്ഥിരം എന്റെ മക്കളെ ഫോൺ വിളിക്കുമായിരുന്നു ഇല്ലേ,
വീഡിയോ കോൾ ചെയ്യുമായിരുന്നു, അവരുടെ അടുത്ത് കോൺടാക്ട് ഉണ്ടായിരുന്നു, ആശയവിനിമയം നടത്തുവാൻ. എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ വിളിക്കുമായിരുന്നു. ഇതൊന്നും ബിഗ് ബോസിൽ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. എന്റെ മൈൻഡ് ശരിയല്ല. ഓക്കെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന രേണു ചേച്ചിക്ക് ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. 1 വീക്കിൽ കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് നാളും കൂടി പിടിച്ചു നിന്നാൽ കുറച്ചും കൂടി എമൗണ്ട്. ഞാൻ എന്റെ പേഴ്സണൽ, ഇപ്പം ആമിനെ അല്ലല്ലോ അവിടെ പിടിച്ചിരിക്കുന്നത്, ഞാനല്ലേ പിടിച്ചിരിക്കേണ്ടത്. എനിക്ക് പറ്റിയില്ല. എനിക്ക് ഹെൽത്തും എന്റെ മൈൻഡും ശരിയായിട്ടില്ല. എന്റെ മക്കളെ എന്നും എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം, വിളിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. സോ ആ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ എനിക്ക് മക്കളെ കാണണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാനത് ഇറങ്ങി. അത് എന്റെ ഭാഗത്ത് മക്കളുടെ മിസ്സിംഗ് മാറുമോ? എന്തോന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ മക്കൾ തീർച്ചയായിട്ടും മാറും. എന്റെ പേഴ്സണൽ ആസ് എ പേഴ്സൺ എന്ന ഒരു അമ്മ എന്ന നിലയ്ക്ക് വീഡിയോ കോൾ, എത്രയോ പേര് ദുബായിലും ബഹ്റിലും ഒക്കെ 2-3 വർഷം അമേരിക്കയിലും ഒക്കെ പോയി നിൽക്കുന്ന ഒരുപാട് പ്രവാസികളില്ലേ, അവരൊക്കെ മക്കളെ പൊടി കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണല്ലോ പോകുന്നത്. അവർ വീഡിയോ കോൾ ചെയ്ത് അവരുടെ വിഷമം മാറും. അതുപോലെ എന്റെ വിഷമം മാറും. That's it.